മലയാളികളെ ചിരിച്ചും ചിന്തിപ്പിച്ചും നയിപ്പിച്ചിട്ടുള്ള ഇന്നസെന്റ് ഏട്ടനാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായിത്തിയിരിക്കുന്നത്. നമസ്കാരം. അപ്പോൾ എന്തായാലും ഇന്നസെന്റ് ഏട്ടൻ ഇവിടെ എത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടുവയുടെ വിശേഷങ്ങളുമായിട്ടാണ്. സ്വർണ്ണക്കടുവയിലെ ലോനപ്പൻ എന്ന കഥാപാത്രത്തിനെ കുറിച്ചൊന്ന് പറയാം. ലോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ മിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് ഇവർ സാധാരണ ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്, അവരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടതൊരു 2-3 വർഷമായിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ജോസ് തോമസ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ചേട്ടനും കൂടെ ഒരു റോൾ ചെയ്യണം, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെയാണ്, പിന്നെ തൃശ്ശൂർ ഭാഷ ആണ് ആ സിനിമയ്ക്കകത്തുള്ളത്, തൃശ്ശൂരാണ് കഥ നടക്കുന്നത്, അപ്പോൾ അത് അങ്ങനെ ആ സിനിമയിൽ അഭിനയിക്കണം എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടിയൊരു ക്യാരക്ടർ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യണം, അതല്ലെങ്കിൽ ഞാനിത് മാറ്റി വയ്ക്കും എന്ന് വരെ എൻ്റെ അടുക്ക് ഡയറക്ടർ ജോസ് തോമസ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടുക്ക് പിന്നെ പറഞ്ഞ ഒരാൾ ഫാസിൽ എന്ന് പറയുന്ന സംവിധായകനാണ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് ബാക്ക് പെയിനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഞാൻ ഒഴിച്ചിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്ക് ഇപ്പോൾ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല അത് നമുക്ക് ശരിയാക്കിയിട്ട് ചെയ്യാം, നിങ്ങൾ തന്നെ വേണം ആ റോള് ചെയ്യാനായിട്ട് മണിച്ചിത്രത്താഴിൽ, അത് നിങ്ങളും KPSC തമ്മിലുള്ള കോമ്പിനേഷനാണ്, അത് ഞാൻ നിങ്ങളെ കണ്ടാണ് ഇതായിരിക്കണേ എന്നൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഞാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എപ്പോൾ? ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു 1-2-3 മാസം കഴിയുമ്പോഴേ ശരിയാവുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യണം എന്നുള്ള 2 പേര്, ഒന്ന് മോഹൻലാലും ഒന്ന് ഞാനാണ്. മോഹൻലാൽ ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, ആ പടത്തിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, മോഹൻലാലും ഞാനുമാണ്, ലാലിനോ നിങ്ങൾക്കോ ആ റോള് ചെയ്യാനായിട്ട് ഈ സമയത്ത് പറ്റിയില്ല എങ്കിൽ ഞാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തി പടം ചെയ്യാം, നമുക്കത് അങ്ങനെ മതി എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഈ മനുഷ്യനല്ലേ പെട്ടെന്ന് നമ്മൾ ലാലും ഞാനാണ് പ്രധാന ആൾക്കാർ, പിന്നെ ലാലിൻ്റെ ഒപ്പം തന്നെ എന്നെ അദ്ദേഹം കാണുന്നു, അതുകൊണ്ടൊന്നും മാത്രമല്ല, പക്ഷെ ആ റോള് ഞാൻ തന്നെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകൾ ഇന്നും മണിച്ചിത്രത്താഴിൽ ആ റോള് കാണുന്നുണ്ട്, അവരൊക്കെ പറയുന്നത് നിങ്ങൾ അസലായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ ആളാണ് അയാൾ ഫാസിൽ. അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഈ റോള് നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി ശരി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നു. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം വന്നതിന് ശേഷം ഞാൻ പിന്നെ അത് പബ്ലിക്കാക്കി, ക്യാൻസറാണ്, കാരണം നമ്മൾ കട്ടുകൊള്ളുന്ന മുതലൊന്നല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞു ഒക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഇടയിലൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെ, ഞാനെല്ലാം അറിയുന്നുണ്ട്, അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമുക്ക് അത് പേടിക്കേണ്ട, നമുക്ക് ഒരു 2 മാസങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ ഇദ്ദേഹം എൻ്റെ അടുക്ക് പറഞ്ഞു. വീണ്ടും പിന്നെ അവിടെ നിന്ന് ഒരു 2-3-4 മാസമോ അത് ഇതൊക്കെ എൻ്റെ അസുഖമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് ഈ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു സമയമായിട്ടും എന്നെ വിളിക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് ഇനി വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ സമയമായിട്ട് എന്നെ വിളിക്കാണ്ടായപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് വലിയ വിഷമമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2ാമതും എനിക്ക് ക്യാൻസർ വന്നു. അത് ഇദ്ദേഹത്തിനോട് പറയാൻ പോയില്ല, അത് പൊതുവെ ആളുകൾക്ക് അറിയാൻ കുറച്ച് നേരം വൈകി. അപ്പം ഞാൻ മിണ്ടാതിരിക്കാൻ, അപ്പം ഞാൻ ആ സമയത്ത് ഒരു പരിഭവം ആരോട്, ജോസ് തോമസിൻ്റെ അടുക്ക്, ഞാൻ ഈ ഡേറ്റ് മാറ്റി വെച്ച് നിങ്ങളിപ്പോൾ ഇനിയും മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? എനിക്കൊരു പടമില്ല പപ്പടമില്ല, 1. 2ാമത് എൻ്റെ അസുഖമൊട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയല്ല, അത് ഞാൻ വിജുമേനോൻ്റെ ഡേറ്റാണ്, അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റെഡി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇയാൾ ആ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടേക്കണു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഏത് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ എപ്പോഴും സാധാരണ പറയും ഇങ്ങനെ
ഇപ്പോൾ കാണാറില്ലല്ലോ സിനിമയിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു തെലുങ്ക് പടത്തിലായിരുന്നു, പിന്നെ 3-4 മാസം മുമ്പ് ഒരു തമിഴ് പടത്തിൻ്റെ ഒരു പടമില്ല. ഞാൻ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച് ഓടി നടക്കുന്ന കാലത്തും സിനിമ കുറവ് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള സമയത്തും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളുടെ തിരക്ക് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾ നമ്മളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുക. മനസ്സിലായി? ആളുകൾ പറയും, തമ്മിൽ പറയും, ആ ഇന്നസെൻറ്റിനെ ഒന്ന് കിട്ടാൻ. അപ്പോൾ ആ സംവിധായകൻ അയാളെ അപ്പം മറ്റേ ആൾക്കാർ അയാളെയൊന്നും കിട്ടില്ല കേട്ടോ, അയാൾ ഭയങ്കര തിരക്കാണ്, അയാളെ കിട്ടുന്ന പ്രശ്നമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തിരക്കുണ്ടെന്ന് അറിഞ്ഞാലാണ് കൂടുതൽ ഓഫേഴ്സ് വരും. അത് തന്നെയാണ് നമ്മൾ കടകളിലും കാണുന്നത്. തുണിക്കടയായാലും സ്വർണ്ണക്കടയാണെങ്കിലും ഒറ്റ ആളിൽ നമ്മൾ ആ ഭാഗത്ത് പോവില്ല. അതേസമയത്ത് ആ കടയിൽ ഭയങ്കര തിരക്കാണെങ്കിൽ അവിടേക്ക് പോകും. ഇതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ എൻ്റെ ഇതിനിടയിൽ ബിജുമാൻ്റെ ഡേറ്റായി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴം വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിൽ ലോനപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ വന്നത്. ഇന്നസെന്റ് ഏട്ടൻ എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് കൈകൊണ്ട് തൊടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയാം. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വാക്കിനോട്ടുള്ള പേടി മാറി വളരെ ലൈറ്റായി. ഈവൻ എനിക്കും അങ്ങനെ തന്നെയാണത്. ഇങ്ങനെയുള്ളൊരു എഴുതാനുള്ളൊരു കഴിവ്, അതിനെപ്പറ്റി എപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി എനിക്ക് എഴുതാൻ പറ്റുമെന്ന്? എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളത് ഏതാണ്ട് 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കാരണം 10 പ്രാവശ്യം എഴുതാൻ അല്ലെങ്കിൽ 25 പ്രാവശ്യം എഴുതി കൊണ്ടുപോയിട്ട് ടീച്ചർ പറയുമ്പോൾ ഞാൻ 30-40 പ്രാവശ്യം എഴുതി ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും. അന്ന് എന്നോട് ചോദിക്കുക അവരിങ്ങനെ നോക്കിയിട്ട് പറയും, ഞങ്ങൾ 15 പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ, ഇന്നസെന്റ് 10 കൂടി കുഴപ്പമില്ല, നിങ്ങൾ ആ 15 എടുത്തോളൂ, ബാക്കി തരും, എനിക്ക് അടുത്തോളം ഉപയോഗിച്ചൂടെ? മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ നമ്മൾ 5-ാം ക്ലാസ്സിൽ ഞാൻ ഒക്കെ പഠിക്കുമ്പോഴും 4-ാം ക്ലാസ് വരെ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. എന്നെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നാണ് ഞാൻ തന്നെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലുള്ളത് മാത്രമാണ് എനിക്കറിയാൻ പാടില്ലാത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ എനിക്കറിയാം. ലോകകാര്യം എന്നേക്കാളും കൂടുതൽ മിടുക്കന്മാരായിട്ടായിരുന്നു എൻ്റെ കൂട്ടുകെട്ട് തന്നെ. നമ്മളെപ്പോഴും ഈ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും മോശമായിട്ട് മാറും. എന്നെക്കാളും താഴെ ഇനി ഇല്ല അങ്ങനെ കൂടാനായിട്ട്. മനസ്സിലായോ? അപ്പം ഞാൻ എപ്പോഴും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ, കോളേജിലെ മാഷന്മാർ മറ്റേ, അപ്പം അവരൊക്കെ എങ്ങനെ എന്നെ കൂടെ കൂട്ടുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ നേരം പോക്കുകളുള്ള താല്പര്യം കൊണ്ടൊക്കെയാണ് അങ്ങനെ അവർ കൂടുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യം എഴുതാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ജോസ് തോമസ് തന്നെയായിട്ട് ഇയാളായിട്ട് ഒരു സിനിമയിൽ എന്നെ വിളിക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എൻ്റെ റോളിനോടുള്ള താല്പര്യം ഉണ്ടാവാം. അത് കൂടാതെ ഞാനുള്ള ആ ദിവസങ്ങൾ മുഴുവനും വളരെ സന്തോഷമായിരിക്കും അവർക്ക് ഈ ഡയറക്ടർക്കോ എൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്കോ ഒക്കെ വളരെ സന്തോഷം. നമ്മളിങ്ങനെ ദുഃഖം അനുഭവിച്ചിട്ട് അഭിനയിച്ച് ഇരിക്കുന്ന ഒരാളല്ല. ഇപ്പം ഞാൻ ഈ സിനിമയിൽ വരുന്നതിലും മുമ്പും സിനിമയൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ നേരം പോക്കുകൾ കേൾക്കാൻ വേണ്ടി എൻ്റെ ചുറ്റും ആൾക്കാർ കൂടാറുണ്ട്. മനസ്സിലായോ? അന്ന് എൻ്റെ അമ്മയും ഇവരൊക്കെ പറയും, ഒരു മണ്ടൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കാൻ കുറെ മണ്ടന്മാരും എന്നാണ് അന്ന് പറയാം. പക്ഷെ അതൊക്കെ നമ്മൾ ഓക്കെ കേൾക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എഴുതാനുള്ള കഴിവെന്ന് പറയണത് പിന്നെ കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ, ഒരു കടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ചിരിയാണ് വരാറുള്ളത്. അപ്പം എൻ്റെ വീട്ടുകാർ വല്ല പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതാണ്. അപ്പം എൻ്റെ ഭാര്യ ആലീസും ഇതുപോലെ തന്നെ ആണ് കണ്ടിട്ടുള്ളത്. ഞാൻ എവിടെ നിൽക്കണമെങ്കിലും അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ആലീസ് പറഞ്ഞത് എനിക്ക് എപ്പോഴും പറയും, വേണ്ട ചെല്ലിടുന്നോടത്ത് മുഴുവനും സന്തോഷം കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ മുഖം കയറ്റി പിടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. മനസ്സിലായി? നമ്മളങ്ങനെ ചെല്ലുന്നിടത്ത് സന്തോഷം കൊടുക്കാൻ വേണ്ടി പോണതല്ല. നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ സംഭവങ്ങളും ഓരോ രീതിയിലാണ് കാണുക, ഒരു രീതിയിലല്ല, പല രീതിയിലാണ്. ഇപ്പൊ മരിച്ച സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ മരിച്ച ബോഡിയിൽ ഞാൻ അധികം നേരം നോക്കാറില്ല. അവിടെ കരയുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ ആഘോഷമായിട്ട് നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും. ഇനി ഇയാൾ ഈ സമയത്ത് മരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ മൂത്ത മകൻ അവിടെ നിൽക്കുന്നുണ്ടാവും. അവൻ്റെ ഉള്ളിൽ ഇതാണ്, ഇനി നന്നായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏത്
ഈ മുത്തച്ഛൻ മരിച്ചത് ഒരു നമ്മൾ ഈ കിടന്ന് നിലവിളിയും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ ആർക്കും വേണ്ട ആര് മനസ്സിലായല്ലോ. പണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാത്തിനും ഒരു ഉഷാറും കാര്യങ്ങളും ഉള്ളപ്പോഴേ ആളുകളോട് താല്പര്യമൊക്കെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. വയസ്സായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിൽ നിന്നിട്ട് റോഡിൽ കൂടെ ഒറ്റ ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് വരില്ല സംസാരിക്കാൻ. കാരണം എനിക്ക് ചെവിയൊന്നും കേട്ടുകൂടാ. അപ്പോൾ ആ വരുന്ന ആള് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, അപ്പോൾ 2 പ്രാവശ്യം പറയും 3 പ്രാവശ്യം പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ചത്തുപോയി മനുഷ്യന് ചുറ്റി ഇത് നമുക്ക് വയ്യാണ്ടാവാന്ന് പറയില്ല. അപ്പോൾ എപ്പോഴും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചാക്കപ്പേട്ടൻ റോഡിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ വീടിൻ്റെ അവിടെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും പോകണമെങ്കിൽ ഡാ ഡാ എന്നൊന്ന് വിളിക്കും. അപ്പോൾ അയാൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞ ശേഷം അകലേക്ക് കിട്ടും ദാ വരണു കിട്ടാന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ട. കാരണം അയാൾ ഇവിടെ വന്ന് അയാളുടെ ജീവിതം പോക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോൾ വീട്ടിൽ പറയും, സുഹൃത്തുക്കൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട അവരുടെ അടുത്തൊക്കെ പറയുമ്പോഴൊക്കെ അതൊക്കെ കേൾക്കും. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും എൻ്റെ അടുക്ക പറഞ്ഞ ഒരാൾ എന്നുള്ളത് ഒന്ന് സത്യൻ അന്തിക്കാട്, സിനിമയിൽ നിന്ന് പ്രിയദർശൻ, പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ സദസ്സുകളിലൊക്കെ ഇങ്ങനെ ഓരോ നേരം പോക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞ സത്യനും പ്രിയനും ഇവരൊക്കെ പറയുന്നത് തനിക്കൊന്ന് എഴുതിക്കൂടറോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ എഴുതിയാൽ ശരിയാവോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞ സിനിമ നടക്കുമ്പോൾ എനിക്ക് അറിയുന്ന ഹിന്ദി ഭാഷയിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ കഥകൾ പറഞ്ഞു കൊടുക്കും. ആരോട്? ഓംപുരിയോട്. അങ്ങനെ ഈ ഓംപുരി എൻ്റെ അടുക്ക പറഞ്ഞു ഇന്നസെന്റ് ക്യാ ഹൈ തും ക്യാ അച്ഛാ ഈ കഹാനി ഹൈ ഐസാ ഹൈ എന്നൊക്കെ ഇൻസിഡന്റ് തും ലിഖ്നാ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഭയങ്കരമായിട്ട് ഇയാളെ എന്നെ എൻകറേജ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഇയാളാണെങ്കിൽ ബെസ്റ്റ് ആക്ടറാണ് ഇയാൾ. അതിനേക്കാൾ കൂടുതൽ ഇയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ അയാൾ പോലും നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് ഒന്ന് ഇനിയിപ്പോൾ ആലോചിച്ചു, ഇനി എഴുതുക ഇങ്ങനെയാണ്. നെടുമുടി വേണുമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ ഇയാള് സിദ്ദിഖ് എന്നെ പറ്റി പറഞ്ഞത് ഞാൻ എഴുതാത്ത സത്യൻ അന്തിക്കാട് എന്നെ പറ്റി പറഞ്ഞത് ഞാൻ എഴുതാത്ത ബഷീർ എന്നാണ്. കാരണം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കിടന്ന് പറയാനുണ്ട്. അപ്പോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എഴുതാം. അങ്ങനെയാണ് ഞാൻ ഇന്നസെന്റ് എന്ന് പറഞ്ഞ ഇത്. അപ്പോ അങ്ങനെയാണ് നമ്മള് എഴുതാൻ തുടങ്ങി. നിങ്ങൾ കൈരളിയെ പറ്റി പറയുമ്പോ ഇതിനിപ്പോ കൈരളിയിലാണ് നമ്മൾ പറയുന്നത് വെച്ചാണെങ്കിലും കൈരളിയില് ഈ ബിട്ടാസ് എൻ്റെ ഇലക്ഷന്റെ തലേ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കണ്ടവര് ഉണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങൾ. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പുസ്തകം ക്യാൻസർ വാർഡിലെ ചിരി, എനിക്ക് ക്യാൻസർ ആയിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. പക്ഷെ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയാണ്. ക്യാൻസറിനോട് തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് പോലെ തോന്നും. പിന്നെ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം അത് എനിക്ക് സമൂഹത്തിനോട് നമ്മുടെ ആൾക്കാരോട് ഈ അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ കുറേ ആൾക്കാരുടെ വിചാരം ഈ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 100 തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ സുഖം മാറുന്നതാണ്. മാറില്ല എന്നുള്ളത് എനിക്ക് അറിയാം. അതുപോലെ തന്നെ ധ്യാനത്തിന് പോവുക, അല്ലെങ്കിൽ കുറേ പ്രാവശ്യം നിസ്കരിക്കുക, അവിടെ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം മാറും എന്ന് പറഞ്ഞ് പരത്തുന്ന ആളുകളുണ്ട്. ഭക്തി എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ ഭക്തി വേണ്ടാന്നൊന്നും നമ്മൾ പറയണില്ല. ഞാനും പള്ളിയിൽ പോണ ആള് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഡോക്ടറെ കാണുകയും ചികിത്സിക്കുകയും ഒക്കെ വേണം. അതൊക്കെയാണ് ഈ പുസ്തകത്തിനുള്ള കാര്യം. ഇനി 2 പുസ്തകം ഞാൻ ഏതാണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ അസുഖം ഉള്ള സമയത്ത് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ പണി. അപ്പൊ ഞാൻ കുറച്ചു നേരത്തെ ഇന്റർവ്യൂവിനിടയിൽ ഹിന്ദി പറയുന്നതിനെ പറ്റി പറഞ്ഞു, അറിയാവുന്നുള്ള ഹിന്ദിയിൽ. ഈ ഹിന്ദി അത്യാവശ്യം നേരത്തെയൊക്കെ തന്നെ പഠിച്ചു വെച്ചിരുന്നു. MP ആയിട്ട് അവിടെ എത്തും എന്നുള്ള കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല. ഞാൻ ഇതിനേക്കാളൊക്കെ മുമ്പ് എൻ്റെ വീടിന്റെ അടുത്ത് ഒരു കമ്പനിയിൽ കുറച്ച് ഹിന്ദിക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബിസിനസ് ഉള്ള കാലത്ത് ഞാൻ ഈ ഡൽഹി, ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പൊ ആ സമയത്തും ഹിന്ദി പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പൻ പറയാനുള്ളത് ഏത് ഭാഷയിലും കടം മേടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇത്ര എവിടെയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും ഒക്കെ ഞാനത് ഈ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് TV-യിൽ നമ്മുടെ ആൾക്കാർ കാണും.
അപ്പൊ നമ്മുടെ ആളുകൾ TV-യിൽ ഇരിക്കുന്ന വീട്ടിലുള്ള ആൾക്കാർ ഓ കലക്കുണ്ട് കേട്ടാ, എന്ത് കലക്കണ്, പ്രത്യേകിച്ചൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പാർലമെന്റിലും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 1 or 2 പ്രാവശ്യം ഞാൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളൂ. ഈ സംസാരിക്കുന്ന കാര്യം ഒരു വിഷയമാവണം, ആവശ്യത്തിനുള്ള. കാരണം വെറുതെ ഇങ്ങനെ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഹിന്ദിയിൽ പറയുമ്പോൾ, ഞാൻ ഹിന്ദിയിൽ സംസാരിക്കും, ഹിന്ദിയിൽ പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഒരു സുഖങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മലയാളത്തിലൂടെ പ്രസംഗിക്കാം, തെലുങ്കിൽ പ്രസംഗിക്കാം, തമിഴിൽ പ്രസംഗിക്കാം. അത് ഇന്നതാണ് പറയുന്നതെന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഭംഗിയായിട്ട് അത് പറയും. അങ്ങനെ നല്ല മിടുക്കന്മാര് അവിടെയുണ്ട്. മലയാളികളുടെ പ്രിയ താരങ്ങളെ നയിച്ച് ഒരുപാട് വർഷം നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഴിവ്, ഒരു എന്താ പറയാ, നല്ലൊരു രാഷ്ട്രീയ നേതാവ് ആവാനുള്ള ഒരു കഴിവ് സിനിമാക്കാർ ആദ്യമേ കണ്ടുപിടിച്ചിരുന്നു. ഞാനൊരു 10-30 വർഷം മുമ്പ് മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ അപ്പനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കാലത്തൊന്നും ഞാനൊരു അന്തസ്സിന് വേണ്ടി മുനിസിപ്പാലിറ്റി കൗൺസിലറായതാണ്. അന്തസ് മീൻസ് 4 ആള് കാണുമ്പോൾ ആ വെയിറ്റ് ഉണ്ടാവണം. അതിനിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് നോക്കിയപ്പോഴാണ് ഒരു ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷന് നമ്മൾ നിന്നു. മാത്രമല്ല എൻ്റെ കൂട്ടുകാർ 2-3 പേരുണ്ട്, രവിമാഷ്, ബാലേന്ദ്രൻ. അവരെന്നോട് പറഞ്ഞു, നിനക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ. ഇല്ല, എന്താ പിന്നെ ഇലക്ഷൻ ഒന്നുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ നിൽക്കുകയും അവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യുകയും മുനിസിപ്പൽ കൗൺസിലിൽ. അപ്പം അന്നും എൻ്റെ അപ്പൻ ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. അപ്പനൊരു ദിവസം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, എൻ്റെ ഇലക്ഷൻ സമയത്ത് 12ാം വാർഡിൻ്റെ ഓമനപുത്രനായ ഇന്നസെൻറ്റിൻ്റെ ശബ്ദം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഹാളിൽ മുഴങ്ങി കേൾക്കുന്നതിന് ഇന്നസെൻറ്റിന് വോട്ട് ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴാണ് ഓമനപുത്രനായെന്നാണ് അപ്പനറിയേണ്ട കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും മുനിസിപ്പൽ കൗൺസിലറാവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. MP ആയി കഴിഞ്ഞപ്പോൾ ഉള്ളത് അന്ന് ജീവിക്കാൻ വരെ ആയിട്ടില്ല കാര്യങ്ങൾ. അപ്പം ഇപ്പം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ജീവിച്ചു പോകാം. പിന്നെ ഇനിയും ഒരുപാട് കാശുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച ബുദ്ധിമുട്ടായി. കിട്ടിയതിനൊക്കെ നന്ദി പറയാമെന്നുള്ളത് മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പം ഇപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ 7 മണ്ഡലത്തിൻ്റെ ആളാണ്. നമ്മൾ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആയിരുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം എന്തായാലും ഈ നമ്മുടെ MP ഫണ്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകളും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യം ചെയ്തത് 5 എനിക്ക് മാത്രമല്ല ക്യാൻസർ, എൻ്റെ വൈഫിനും ക്യാൻസർ വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇതൊന്നും കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ അതിനുള്ള പൈസ കൊണ്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ കൂലിവേല ചെയ്യുന്ന ആൾക്കാരൊന്നും പോയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും 55 ലക്ഷം 60 ലക്ഷം രൂപയൊക്കെ ചിലവുണ്ട് ഇതിന്. എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ ഫണ്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇവർക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇത്. അപ്പം ഞാൻ 5 സ്ഥലങ്ങളിൽ, അതായത് ആലുവ, അങ്കമാലി, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പിന്നെ പെരുമ്പാവൂർ, അങ്ങനെ 5 സ്ഥലങ്ങളിൽ നമ്മൾ 5 മാമോഗ്രാം മിഷൻ നമ്മൾ കൊടുത്തു. അതുപോലെ ഡയാലിസിസ് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെയാണ് ആവശ്യം. നമ്മളൊരു മലയിൽ ഇവിടെ ചാലക്കുടിയിൽ നിന്ന് അതിരമ്പള്ളിക്ക് പോകുന്ന സ്ഥലത്ത് ഉള്ളിലൊരു സ്ഥലത്ത് ഒരു 11 വീട്ടുകാരുണ്ട് അവിടെ. ആ 11 വീട്ടുകാർ ഈ ലോകമുണ്ടായി ഇത്രയും കാലമായതിന് ശേഷം അവർ ലൈറ്റ് വെളിച്ചം കണ്ടിട്ടില്ല. അവിടെ ആകെ 19 ഓട്ടേ ഉള്ളൂ. അപ്പം അവർക്ക് ആ ലൈറ്റ് നമ്മൾ പണം ചെലവാക്കി കൊടുത്താൽ ഈ 19 ഓട്ടല്ലേ കിട്ടുള്ളൂ. വേണ്ടി അതിനേക്കാളും ഭേദം നമുക്കിവിടെ കൂടുതൽ വോട്ട് കിട്ടും. അതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനതങ്ങോട്ട് ചെയ്തു. അതെൻ്റെ മനസ്സംതൃപ്തി ചെയ്ത്. ഇപ്പം നമ്മൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാർട്ടി അത് വേണ്ട എന്ന് പറയില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത വഴിക്ക് പാർട്ടി പറഞ്ഞു ഓക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം എന്താണ് ആവശ്യം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഓരോ സിനിമകൾ. എന്തായാലും സ്വർണ്ണക്കടുവയിലൂടെ ഒരു മുഴുനീള കഥാപാത്രമായി വീണ്ടും എത്തിയതിൽ വളരെ വളരെ ശരിക്കും ആത്മാർത്ഥമായ സന്തോഷം. എനിക്ക് ആ സിനിമയുടെ കുറെ ഭാഗങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. ഇനി സിനിമകളൊക്കെ ചെയ്തു തുടങ്ങാലോ അല്ലേ? ഇനി സിനിമകൾ ചെയ്യാൻ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്താൽ മതി.
അതിൻ്റെ ഇടയിൽ ഈ എഴുത്ത്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. ഇപ്പം ഞാൻ ഈ MP ആയി, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറായി, സിനിമയിൽ അഭിനയിച്ചു, അമ്മയുടെ പ്രസിഡൻ്റായി. ഇതൊക്കെ ഇതിനേക്കാളൊക്കെ വലിയതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കൊച്ചു കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കൊച്ചു കാര്യമായിട്ട്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ എന്നെ 3 കൊല്ലം വീതമാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഇരുന്ന്. എന്നിട്ട് പാസ്സായിട്ട് വിട്ടതല്ല, 3 കൊല്ലമൊക്കെ ആയില്ലേ, പാവം തോന്നിയിട്ട് അങ്ങനെ വന്നവരാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പാഠപുസ്തകത്തിനകത്ത് ഞാൻ ഈ ഉള്ളൂരിൻ്റെ കവിതകളോ അല്ലെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് 5ാം ക്ലാസ്സിൽ. മനസ്സിലായി? എനിക്ക് ആ പദ്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ അദ്ദേഹം എടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുഖവും ഇതൊക്കെ എൻ്റെ കൺമുമ്പിൽ ഇത് നിൽക്കുന്നുണ്ട്. ആരുടെ? വൈലോപ്പിള്ളി ശ്രീധരൻ. അദ്ദേഹം മരിച്ചു പോയിട്ട് കുറെ കാലമായിട്ടുണ്ട്. അപ്പോൾ ആ വൈലോപ്പിള്ളി ഇങ്ങനെ കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി തന്നെ പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ആ സമയത്ത് ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ 5ാം ക്ലാസ്സിലെ ഈ മലയാള പാഠാവലിയിൽ ഇന്നസെൻ്റ് എഴുതിയ ഒരു പാഠം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ മകൻ്റെ കുട്ടികൾ അന്ന, ഇന്നസെൻ്റ്, 2 പേര് ഇരട്ടകൾ, അവിടെ ടിൻസ് ഇരട്ടകൾ. അപ്പോൾ അവർ ഇരുന്ന് അവർ പാഠം വായിക്കുകയാണ്. ക്യാൻസർ എന്ന ഈ രോഗത്തെ ഇന്നസെൻ്റ് എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്. അപ്പോൾ ഈ കുട്ടികൾ തന്നെ ക്യാൻസർ എന്ന രോഗത്തെ ഞങ്ങളുടെ അപ്പാപ്പൻ, ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് മക്കളെ, അത് ഇന്നസെൻ്റ് എന്ന് തന്നെ പറയണം. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, എനിക്ക് ഏറ്റവും വലിയ ബഹുമതി എൻ്റെ മനസ്സിലുള്ളത് ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ എൻ്റെ ഈ എഡ്യൂക്കേഷൻ്റെ കുറവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പുസ്തകത്തിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല അറിവുകളും കാര്യങ്ങളും നമ്മുടെ ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഒക്കെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനും ഇതിനൊക്കെ ഉണ്ട്. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എൻ്റെ പാഠം ഇങ്ങനെ വന്നത്. അപ്പം ഇങ്ങനൊരു സംസാരവും കാര്യങ്ങളും ഉണ്ടായത് തന്നെ നമ്മൾ സ്വർണ്ണക്കടുവ എന്ന് പറയുന്ന കുറേ വൈകിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സിനിമ നന്നായിട്ട് ഓടേണ്ടതും ഒരത്യാവശ്യമാണ്. ഇതിൻ്റെ സംവിധായകൻ ഇത്രയും പലപ്പോഴും തട്ടിമാറ്റി എന്നെ തന്നെ ആ റോള് വെച്ചതിൽ ഇപ്പോൾ പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. എല്ലാവരും പടം കാണട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായമോ കാര്യങ്ങളൊക്കെ എന്നോടും അതിൻ്റെ സംവിധായകനോടൊക്കെ അറിയിക്കണം. നിങ്ങളൊരു സിനിമ കാണണം. പിന്നെ കാണണമെന്ന് നിർബന്ധം പറയില്ല. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അത് മോശമായില്ലെന്നൊന്നും നമ്മൾ ചീത്ത പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പറയണു. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ എനിക്കിങ്ങനൊരു സിനിമ വന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, പലരും വിചാരിച്ചിരിക്കുന്നത് ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമ്മൾ ഇനിയും റെഡിയാണ്. മോഹൻലാലിൻ്റെ പോലെ പുലിമുരുകൻ്റെ പോലെ വേണമെങ്കിൽ ഇറങ്ങി വന്ന് പുലിൻ്റെ കടി കൊണ്ട് ചാവാനും തയ്യാറാണ്. അപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യുക. ആയിക്കോട്ടെ.